നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കന്നിക്കൂറുകാരെക്കുറിച്ചും, അതായത് ഉത്രം മുക്കാല്, അത്തം, ചിത്തിരയുടെ അര നക്ഷത്രക്കാരെക്കുറിച്ചും, തുലാക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിത്തിരയുടെ അര, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രക്കാരെക്കുറിച്ചും, അതുപോലെ വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശാഖം കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ചുമുള്ള മേടമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 2024 ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള മാസഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ അര, കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് കാലം അനുകൂലത്തിലേക്ക് വരികയാണ്. താൽക്കാലികമായുള്ള ദോഷഫലങ്ങൾ അല്പം മാറ്റം വരും. ലഗ്നത്തിൽ കേതുവും 7-ൽ സർപ്പനും അഷ്ടമവ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതാവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങൾ അനുഭവവേദ്യമായി വരും. വസ്തുക്കൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സമയം അടുത്തു വരുന്നു. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി വരുന്നു. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ധനം കണ്ടെത്തേണ്ടി വരികയും വിദേശത്തുള്ളവർക്ക് നിയമപരമായി തൊഴിൽ മാറ്റത്തിന് അനുകൂലവും, വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പോകുവാനും അവിടെ തൊഴിൽ നേടുന്നതിനും അവസരം വന്നു ചേരുകയും, ഭൂമി സംബന്ധമായ കരാറുകൾ, ഒറ്റി, പാട്ടം എന്നിവയ്ക്ക് അനുകൂലവും, വിവാദ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. താൽക്കാലികമായി ജലദോഷം, തൊണ്ടവേദന എന്നിവ അലട്ടും. 10 വയസ്സിന് മേലിലുള്ളവർക്ക് കൈമുട്ട്, കാൽമുട്ട്, നട്ടെല്ല് എന്നീ ഭാഗത്ത് വേദന എന്നിവ ശല്യം ചെയ്യും. കുലദേവതയെ പരിപോഷിപ്പിച്ചാൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. ദോഷപരിഹാരമായി വിഷ്ണു ആരാധന, ദേവി ആരാധന എന്നിവ നടത്തി ദോഷങ്ങൾ പരിഹരിച്ചു കൊള്ളണം. ചിത്തിരയുടെ അര, ചോതി, വിശാഖം മുക്കാൽ, തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ശനി പഞ്ചമഭാവത്ത് സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കേന്ദ്രത്തിലും ആകയാൽ മാനസിക സംഘർഷങ്ങളും ദുർചിന്തകളും താൽക്കാലികമായി ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. ഗൃഹയോഗം, വാഹനയോഗം, യുവാക്കൾക്ക് ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ കഴിയും. സന്താനങ്ങൾക്ക് പഠന ഉദ്യോഗ വിജയങ്ങൾ ഉണ്ടാകുകയും കലാകാരന്മാർക്ക് ഉത്തമ കാലഘട്ടം. ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കും. ഗൃഹത്തിൽ സമാധാനമുണ്ടാകും. കാൽപാദ വേദന അനുഭവപ്പെടും. 25, 27, 28 കാലങ്ങളിൽ തൊഴിലുന്നതിയും പ്രശസ്തിയും ഉണ്ടാകും. പൊതുവെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഇവരിൽ നിന്നും സഹായങ്ങൾ കൈപ്പറ്റുന്നതിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായി വിഷ്ണുവിന് പാൽപ്പായസം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വടമാലയും സമർപ്പിക്കുക. സർപ്പക്ഷേത്രത്തിൽ 100 പാലും നടത്തുക. വിശാഖം കാല്, അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറ്. കണ്ടകശനിയുടെയും 6-ലെ വ്യാഴത്തിൻ്റെയും സ്ഥിതി മൂലം മാനസിക ശാരീരിക ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും അനുഭവിച്ചു വരുന്ന കാലമായിരുന്നു. അതുമാറി വ്യാഴൻ 7-ലേക്കുള്ള ചലനം ഇവർക്ക് വളരെ അനുകൂലമായ അവസ്ഥകളുണ്ടാക്കും. സന്താനങ്ങളിൽ നിന്നും മുതിർന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ഉയർച്ചയും അംഗീകാരവും ഉണ്ടാകുകയും കൃഷിയും വ്യാപാരം, കുടിൽ വ്യവസായം എന്നിവ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല കാലം. പ്രതീക്ഷിക്കാതെ തന്നെ കുറച്ച് ഭൂമി ചിലർക്ക് കൈവരുവാൻ അവസരമുണ്ട്. മഹാലക്ഷ്മി കടാക്ഷം ഉണ്ട്. ദോഷപരിഹാരമായി ദേവിക്ക് കുങ്കുമാർച്ചനയും വിഷ്ണു ക്ഷേത്ര ദർശനവും ശിവന് ജലധാര എന്നിവ നടത്തിക്കൊള്ളുക.